ചില മനുഷ്യർ പറയും പോലെ തനിക്ക് വേണ്ടിയല്ലാതെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്നവർ. ഇത് മനുഷ്യർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. നമ്മളുടെ സ്വന്തം കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പലിൻ്റെ കഥ കേട്ടു നോക്കൂ. പണ്ടാരോ പറഞ്ഞു, മരണമാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ സൗന്ദര്യം അത് ജീവിതത്തിനല്ലേ? മരണത്തെയും തോൽപ്പിക്കുന്ന സൗരഭ്യം. ചില മനുഷ്യർ പറയും പോലെ തനിക്ക് വേണ്ടിയല്ലാതെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്നവർ. ഇത് മനുഷ്യർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. നമ്മളുടെ സ്വന്തം കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പലിൻ്റെ കഥ കേട്ടു നോക്കൂ. ഈ പദവി ലഭിക്കാൻ യോഗ്യത എന്തായിരിക്കാം? കേരളീയരെ പോലെ ഏകഭാര്യ, കുട്ടികൾ, കുടുംബമായി കഴിയുന്നവരാണ് വേഴാമ്പലുകൾ. ഇവർ ഇണയെ കണ്ടെത്തി ഉയരമുള്ള മരത്തിൻ്റെ ഉച്ചിയിൽ കൂട് തയ്യാറാക്കുന്നു. 4 മാസമാണ് പ്രജനന സമയം. ഇണ ചേർന്നു കഴിഞ്ഞാൽ പെൺപക്ഷി സ്വന്തം തൂവലുകൾ പൊഴിച്ച് കിടക്ക തയ്യാറാക്കുന്നു. പെൺപക്ഷിയുടെ കൊക്ക് മാത്രം പുറത്തേക്കിടാവുന്ന രീതിയിൽ ഒരു സുഷിരം അവശേഷിപ്പിച്ച് ആൺകിളി സ്വന്തം സ്രവം ഉപയോഗിച്ച് കൂട് അടയ്ക്കുന്നു. പിന്നീട് ചുരുങ്ങിയത് 10 പ്രാവശ്യമെങ്കിലും വച്ച് ദിവസവും പെൺപക്ഷിക്ക് ഭക്ഷണം എത്തിക്കുക എന്ന ദൗത്യം ആൺപക്ഷി ഏറ്റെടുക്കുന്നു. ഇര തേടിപ്പോകുന്ന ആൺപക്ഷിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആ കൂട്ടിൽ തന്നെ പെൺപക്ഷിയുടെ ജീവിതം അവസാനിക്കും. മുട്ടയിട്ട് വിരിഞ്ഞതിന് ശേഷമാണെങ്കിൽ ആ കുഞ്ഞുങ്ങളും. മുട്ട വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പെൺപക്ഷിക്ക് പുതിയ തൂവലുകൾ വന്നിരിക്കും. പിന്നീട് ആൺപക്ഷിയെ കുഞ്ഞുങ്ങളെയും കൂടും ഏൽപ്പിച്ച് പെൺപക്ഷി ഇര തേടിയിറങ്ങും. അമ്പത് വർഷത്തോളം നീളുന്ന ജീവിതത്തിൽ ഒരു കൂടും ഒരിണയുമായി അവർ ജീവിക്കുന്നു. ഒരു പ്രാവശ്യം 2-3 മുട്ടകൾ മാത്രം. ഇന്ത്യയിലെ മഴക്കാടുകളിലും മലായി പെനിൻസുല, സുമാത്രയിലും കണ്ടുവരുന്നു. കേരളത്തിൽ നെല്ലിയാമ്പതി, അതിരപ്പള്ളി, വാഴച്ചാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇവ വംശനാശ ഭീഷണി നേരിടുന്നു.